ഋതുട്ടൻ രാവിലെ കാക്കയൊക്കെ കാണിച്ച് ഞാൻ ഫുഡ് കൊടുക്കുന്നുണ്ട്. പറ്റുന്ന രീതിയിൽ കാക്കക്കിളികളെയൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഇവിടെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാണാൻ പറ്റും. അതായത് പരന്താണ് കൂടുതലും കേട്ടോ. കൃഷ്ണപ്പരന്തൊക്കെ നിറയെ ഉണ്ട്. പരന്തും കാക്കയും കൊക്കും പിന്നെ തത്തമ്മയൊക്കെ ഇടയ്ക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ കുറേ കിളികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ എല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തതിന് ശേഷം ഫുഡും കൊടുത്തിട്ട് ഞാൻ പിന്നെ അവളെ ഉറക്കി കിടത്തിയിട്ട് ഇനി അടുക്കളയിലോട്ട് കയറുന്നുണ്ടേ. അപ്പം ഞാനാണെങ്കിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നു. അതായത് നമ്മുടെ ഈ ഒരു പാത്രത്തിനകത്ത് മുട്ടയിട്ട് വേവിച്ച് കറുത്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം കുറേ പേര് എന്നോട് പറഞ്ഞായിരുന്നു, കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് നാരങ്ങയൊക്കെ ഇട്ട് തിളപ്പിക്കുകയാണെങ്കിൽ ആ ഒരു കറുപ്പ് പോകുമെന്ന്. അപ്പം ഞാൻ നാരങ്ങ അതിനകത്ത് ഇട്ട് ഒന്ന് വെള്ളം തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. പോകുന്നുണ്ടോ എന്ന് നമുക്ക് പിന്നീട് നോക്കാം. ഇത് ആദ്യം തന്നെ അരി അടുപ്പത്താക്കിയിട്ടുണ്ട്. കുക്കറിനകത്ത് ആയതുകൊണ്ട് പെട്ടെന്ന് ആയി കിട്ടും. ഒരു 10 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. വേവ് കുറഞ്ഞ അരിയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമുക്ക് ഇന്ന് കുറച്ച് നല്ല മത്തി കിട്ടിയിട്ടുണ്ടേ. ഇന്ന് രാവിലെ പോയി മേടിച്ച കേട്ടോ. ഇന്നലെ എങ്ങാനും കിട്ടിയിട്ടെങ്കിൽ തലേന്ന് രാത്രി തന്നെ ഞാൻ കഴുകി വെച്ചാണ്. ഈ പകൽ കഴുകുന്നത് കുറച്ച് പാടാണ്. കാരണം ഋതു എപ്പോഴാണ് എഴുന്നേക്കുന്നത് ഒന്നും പറയാൻ പറ്റത്തില്ല. ആൾ നന്നായിട്ട് ഉറങ്ങത്തുമില്ല. അപ്പോൾ ആൾ കരയുവാണെങ്കിൽ പിന്നെ പെട്ടെന്ന് പോയി എടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കയ്യിലൊക്കെ സ്മെല്ലൊക്കെ ആയിക്കഴിഞ്ഞാൽ ആളെ എടുക്കുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാട്ടോ. അതുകൊണ്ട് ഞാൻ പകൽ സമയം അങ്ങനെ മീൻ കഴുകി വെക്കാറില്ല. പിന്നെ ഇന്ന് നമുക്ക് കറി വെക്കാൻ വേറെ ഒന്നും ഇരിപ്പില്ല. അതുകൊണ്ട് മീനും കഴുകി പെട്ടെന്ന് എടുത്തു. എന്നിട്ട് കുറച്ചല്ല ഒരു 3-4 മീനെടുത്ത് വറുക്കാനും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പരിഞ്ഞിലുണ്ടല്ലോ, അതായത് മീൻമുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കൂടെ എടുത്തിട്ടുണ്ട്. ഉള്ളത് ആയി വരുന്നേ ഉള്ളൂ, പക്ഷെ അങ്ങ് കുറച്ച് ഉള്ളത് എടുത്തിട്ടുണ്ട്. പിന്നെ മീനുള്ള അരപ്പിന് വേണ്ടിയിട്ട് അരയ്ക്കാൻ പോയപ്പോഴത്തേക്ക് കറണ്ട് അതിൻ്റെ പാട്ടിന് പോയി. ഇനി എപ്പം വരുന്നൊന്നും അറിയില്ല. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും തീർക്കാം, ഋതു എഴുന്നേൽക്കുന്നതിന് മുന്നേ. അങ്ങനെ അരി അടച്ചിട്ടിട്ടുണ്ട്. അരി വെന്ത് ഇട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്കുള്ളത് നമുക്ക് ഒന്ന് കഴുകി ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ കഴുകിക്കൊണ്ട് നിന്ന സമയത്ത് തന്നെ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ അതവിടെ വെച്ചിട്ട് പെട്ടെന്ന് പോയി ഞാൻ കറിക്കുള്ളത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എന്താ കറിക്കുള്ള അരപ്പൊക്കെ റെഡിയായി. ഞാൻ അതോട്ട് നമുക്ക് മാങ്ങയിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ മാങ്ങ അരിഞ്ഞതും മുളക് കീറിയതും പിന്നെ ഇഞ്ചിയൊക്കെ ഞാൻ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും പിന്നെ ഉപ്പും പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ഉലുവാപ്പൊടി ഞാൻ പിന്നീടാട്ടോ ചേർത്ത് കൊടുത്തത്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ ഇതാ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് കലക്കി അടുപ്പത്തോട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ പാത്രത്തിൻ്റെ ആ ഒരു കറുത്തതെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. നല്ല പളവളാന്ന് തിളങ്ങുന്നുണ്ട്. അപ്പം ഇത് പറഞ്ഞെന്ന ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. 2-3-4 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാരങ്ങ ഇട്ട് തിളപ്പിക്കുന്നത്. അങ്ങനെ എന്തായാലും അതിട്ട് തിളപ്പിച്ചപ്പോഴത്തേക്ക് എൻ്റെ കളറ് ആ ഒരു ബ്ലാക്കായിട്ട് ഇരുന്നതെല്ലാം ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ മമ്മിയോട് പറഞ്ഞപ്പോൾ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു, നാരങ്ങ നീര് വറ്റുവാണെങ്കിൽ അലൂമിനിയം പാത്രം പെട്ടെന്ന് ചീത്തയായി പോവും. അതായത് കിടുത്ത വീഴും, ഒരുമാതിരി പൊരിഞ്ഞിളകുന്ന പോലെ അതിനകത്ത് ആയി വരും, നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടേ. ഇനി അത് അങ്ങനെ ആയി വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ആയി വരുവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ, ചീത്തയായി പോവുകയാണെങ്കിൽ. അങ്ങനെ മറ്റൊരു അടുപ്പിലോട്ട് നമ്മൾ മെഴുക്കുവരട്ടിക്കുള്ളത് വെക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അടുപ്പിൽ മീൻകറി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ കറി തിളച്ച് വന്നപ്പോഴത്തേക്കും മീനിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീൻകറി ആയി. ഇനി ചീനിക്കുള്ളത് നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ കിടന്ന് ഉറങ്ങിയെന്ന് തോന്നി അല്ലേ. ഫാൻ ഇട്ടില്ലായിരുന്നോ? അതെന്തോ അങ്ങനെ. മെഴുക്കുവരട്ടി ആയപ്പോഴത്തേക്ക് മീൻ വറുക്കാനും കൂടെ ആരും അടുപ്പത്തോട്ട് വെച്ചു കേട്ടോ. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ചീനിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആ തിളച്ചപ്പം ചീനിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാക്കേ കാക്കേ കൂടവിടെ കൂട്ടിനകത്തൊരു. ഒരുപാട് പേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഋതുവിനെ വെച്ച് എങ്ങനെ വെച്ച് ഇത്രയും ജോലികളൊക്കെ ചെയ്യുന്നത്. ഞാനിങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? അവളെ കളിപ്പിച്ചും ചിരിപ്പിച്ചും അങ്ങനെ അവൾക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ആളിത്തിരി ഇരുന്നുള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഓരോ ജോലികളും തീർക്കുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ ഫുഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഋതുവിൻ്റെ ആയിട്ടുണ്ടായിരുന്നു. ഋതുവിന് ഞാൻ ഇച്ചിരി ചോറ് ഒന്നും കൂടെ വേവിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് രാവിലത്തെ സാമ്പാറായിരുന്നു, ഇഡ്ഡലിയും സാമ്പാറിൻ്റെ ബാലൻസ് സാമ്പാറായിരുന്നേ. അപ്പോൾ ആ ഒരു സാമ്പാർ ഒഴിച്ച് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ടാട്ടോ ഇന്ന് ഋതുവിനുള്ള ഫുഡ്. എൻ്റെ ഇടയ്ക്ക് വെച്ച് എൻ്റെ കൈ നൈസായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞൻ്റെ കയ്യിൽ ഋതുവിനെ കൊടുത്തത്. ഫുഡ് വാരി ബ്ലഡ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഫുഡ് വാരി കൊടുക്കുമ്പോൾ അവളുടെ ഉള്ളിലോട്ട് പോകുമല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു ബാൻഡേജ് മേടിക്കാൻ വേണ്ടിയിട്ട് ഇതാ പിന്നെ പോയിട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കാൻ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ അങ്ങോട്ടാക്കുമ്പോഴത്തേക്ക് മൂക്കി കയറും. എന്നിട്ട് തിന്നോ കുഞ്ഞ്? പാപ്പ തിന്നോ? അപ്പാപ്പ തിന്നോ? തിന്നോ?
ഇഷ്ടപ്പെട്ട കുഞ്ഞിന് സാമ്പാർ ചോറും അതൊക്കെ ഇഷ്ടപ്പെട്ടോണ്ട് തിന്നത്, ഇല്ലെങ്കിൽ ആദ്യം തന്നെ അവളെ എടുത്ത് കളഞ്ഞാന്. എന്ത് വായിട് ഇത് ചോറിന്നതിന്റെ പടുതിയാണോ? ഇങ്ങനെയാണ് പെൺപിള്ളേര് ചോറിന്നേ? ലിതുട്ടാ, ഇങ്ങനെയാണോ ചോറിനുന്നേ? ഇവിടെ ഒരാൾ ഫുഡ് കഴിച്ചാലുള്ള കോല ഇതാണ് കേട്ടോ. ഈ ഒരു രീതിയിലാക്കി വെക്കും. അവൾ മുഖത്തെല്ലാം വാരി തേക്കും. ഫുഡ് അവൾ സ്വന്തമായിട്ട് വാരി കഴിക്കാനൊക്കെ നോക്കും കേട്ടോ. അപ്പം ദേഹത്തെല്ലാം ആവും. അങ്ങനെ ഇതാ അവളെ ഞാനിന്ന് കഴുകിയൊക്കെ എടുത്തതിന് ശേഷം ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതെൻ്റെ പല്ലെടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. ഒരാഴ്ച ആയപ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴും എൻ്റെ പല്ലിൻ്റെ എവിടേക്കോ വേദനയുണ്ട്. എനിക്കറിയത്തില്ല, എൻ്റെ താഴത്തെ സൈഡിലുള്ള പല്ലും മേലത്തെ സൈഡിലുള്ള പല്ലും എല്ലാം വേദന എടുക്കുകയാണ്. ഇനി അതെന്താണെന്നൊന്ന് പോയി ചോദിക്കണം കേട്ടോ. അങ്ങനെ ഋതുവിന് ഫുഡ് കൊടുത്തുകൊണ്ടാണ് ഇവൾ അടങ്ങിയിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഞങ്ങളത് കഴിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഞങ്ങളും ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് ഋതുവിൻ്റെ അടുത്ത് കുറച്ച് നേരം ഞങ്ങൾ പിന്നെ ഇരുന്ന് കളിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, സീ യു.